ഹായ് ഫ്രണ്ട്സ്, അല്ലൂസ് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് എല്ലാവർക്കും നാടൻ പലഹാരം ഒത്തിരി ഇഷ്ടമാണല്ലേ. എത്ര കഴിച്ചാലും ഒരു മടുപ്പ് നമുക്ക് തോന്നാറുമില്ല. അത് നമ്മുടെ കിച്ചണിൽ തന്നെ ഉണ്ടാക്കുന്ന പലഹാരമാണെങ്കിൽ അത് കൂടുതൽ ടേസ്റ്റിയുമായിരിക്കും, ഹെൽത്തിയുമായിരിക്കും. അതുപോലെയുള്ള ഒരു നാടൻ പലഹാരമാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ പക്കാവട. പക്കാവട എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് യാഫോ ബീച്ചിനടുത്താണ്, ടെല്ലവീവ് യാഫോ ബീച്ചിനടുത്താണ്. കുറച്ച് വ്യൂസ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഒരു കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് അര കപ്പ് പച്ചരി പൊടിച്ചതും കൂടി ചേർക്കുക. പച്ചരി ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന തരിയില്ലാത്ത പൊടിയാണ് വേണ്ടത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ ഏകദേശം എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഉപ്പാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ കായവും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, ഒരു ചെറിയ കഷ്ണം പച്ചമുളകും എടുത്തിട്ട്, പച്ചമുളക് ഒരു ചെറിയ കഷ്ണം മതി. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. വെള്ളം കുറച്ചൊഴിക്കാൻ ശ്രദ്ധിക്കണം. വെള്ളം കൂടിയാൽ അത് അരച്ച് കിട്ടാൻ പാടാണ്. അരച്ചെടുക്കാം. ഓക്കെ, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ, ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. വെള്ളം ഒത്തിരി ആവരുത്. ഈ വെള്ളത്തിലാണ് നമ്മൾ പക്കാവടയ്ക്ക് ആവശ്യമായിട്ടുള്ള മാവ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്നിട്ട് ഇതൊന്ന് അരിപ്പയിലിട്ട് ഒഴിച്ച് ഇതൊന്ന് അതിൻ്റെ തരിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഈ മാവ് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. വെള്ളം കൂടിപ്പോരുത്. വെള്ളം കൂടിപ്പോയാൽ അച്ചിൽ നിന്ന് വിട്ട് പോകും. അതേപോലെ വെള്ളം കുറഞ്ഞു പോയാൽ നമുക്കത് പിഴിഞ്ഞെടുക്കാനും ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്നത് പോലെ ആ ഒരു അളവിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ കൈകൊണ്ട് നല്ലപോലെ നമുക്കൊന്ന് കുഴച്ച് എന്താ പറയുക, നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ കുഴച്ചെടുക്കണം. അല്ലെങ്കിൽ നല്ല മയം ഉണ്ടാവത്തുള്ളൂ, മാവിന് നല്ല മയം ഉണ്ടാവുള്ളൂ. അതേപോലെ പിഴിയുമ്പോഴത്തേക്ക് അത് ഈസി ആയിരിക്കും. അതേപോലെ നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോഴും നമ്മൾ ചൂടുവെള്ളത്തിലാണ് ഇടിയപ്പത്തിന് മാവ് കുഴയ്ക്കുന്നത്. അത് ചെറിയൊരു ചൂട് മാറി കഴിയുമ്പോൾ നമ്മുടെ കൈകൊണ്ട് ഇതേപോലെ കുഴച്ച് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇടിയപ്പഴം ഉണ്ടാക്കുമ്പോഴും. നമ്മുടെ മാവ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പം കറക്റ്റാണോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇത് കുറേശ്ശെ നമുക്ക് പിഴിഞ്ഞെടുത്ത് ഫ്രൈ ചെയ്തിട്ട് വരാം. നമ്മൾ മാവ് കുഴച്ചത് നല്ല കറക്റ്റായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അത് വിട്ട് പോകുന്നുമില്ല. പിഴിഞ്ഞെടുക്കാനും ഒരു പാടുമില്ല. ഇടിയപ്പമൊക്കത്തിനാണെങ്കിൽ ഇതേപോലെ മാവ് കറക്റ്റാണെങ്കിൽ ഒരു പാടും ഉണ്ടാകത്തില്ല ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കുറച്ച് ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റിയതിന് ശേഷം മാവ് കുറേശ്ശെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഓയിൽ നല്ല ചൂടായിരുന്നു. ഇനി നമുക്കതൊന്ന് സിമ്മിലിട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ ഇത് ഇടിയപ്പത്തിന് മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതേപോലെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് പിഴിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് കുറച്ച് പാടൊക്കെ ആയിട്ട് തോന്നും, ഷേപ്പ് വ്യത്യാസമൊക്കെ തോന്നും. അതൊന്നും സാരമില്ല. നിങ്ങൾക്ക് പറ്റാവുന്നതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു വശം ഒന്ന് വെന്തു എന്ന് തോന്നുമ്പോഴത്തേക്ക് നമുക്കത് മറുവശം ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. അപ്പം തീ കുറച്ചിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. പക്കാവട ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ പൊടി എടുക്കുമ്പോഴത്തേക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ വെള്ളം ഒഴിച്ച് നല്ലപോലെ കൈകൊണ്ട് കുഴച്ചെടുത്താൽ മാത്രം മതിയാകും. ഒത്തിരി തരി ഉള്ളതാണെങ്കിൽ അല്ലെങ്കിൽ പഴയതാണെങ്കിൽ ഒന്ന് ഒരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കുക. ഇനി നമുക്ക് ഇത് വാങ്ങിയതിന് ശേഷം ചെറുതായിട്ട് ഒടിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ടിട്ട് നല്ല ചൂടോടുകൂടി കഴിച്ച് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി കഴിക്കുക. ബാലൻസ് ഉണ്ടായിരുന്ന മാവ് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒടിച്ചെടുത്തിട്ട് നമുക്ക് ചൂടോടുകൂടി കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലിലേക്കും ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനിയും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക്
യാക്കോ ബീച്ചാണ് കാണുന്നത്. ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട്. കൊറോണയൊക്കെ ആണെങ്കിലും ബീച്ചിൽ ഇഷ്ടംപോലെ ആൾക്കാരാണ്. ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിലും കൂടുതൽ ആൾക്കാരാകും.